നമസ്കാരം. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയതിൽ നിർണായകമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഇടപെടലുകളായിരുന്നു. ജാമ്യാപേക്ഷ ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തി മോദിയും അമിത്ഷായും നടത്തിയ അതിവേഗ നീക്കങ്ങളായിരുന്നു കേസിൽ നിർണായകമായത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഉറപ്പാക്കുന്ന രീതിയിലായിരുന്നു ഇടപെടലുകൾ. കന്യാസ്ത്രീകൾ അറസ്റ്റിലായതും ആദ്യ ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കാതെ വന്നതോടെ രാഷ്ട്രീയ നേട്ടത്തിനായി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പ്രചാരണ വിഷയമാക്കുന്ന ഘട്ടത്തിലായിരുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള ഇടപെടൽ. ഇതിൽ നിർണായകമായതാകട്ടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലുകളായിരുന്നു. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും സിസ്റ്റർ പ്രീതി മേരിയുടെയും ജാമ്യാപേക്ഷയിൽ സംസ്ഥാനം എതിർപ്പുന്നയിക്കില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിന്മേലാണ് ഇന്നലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർത്തിരുന്നു. അതേസമയം കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വേണ്ട എന്ന പ്രോസിക്യൂഷന്റെ മറുപടിയാണ് നിർണായകമായത്. ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ഖണ്ഡിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷ എതിർത്തത്. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ ആരോപണങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് കടുത്ത ഉപാധികളില്ലാതെയാണ് കോടതി ജാമ്യം നൽകിയത്. സാധാരണഗതിയിൽ കോടതി മുന്നോട്ട് വെക്കുന്ന 3 ഉപാധികളോടെയാണ് ബിലാസ്പൂർ NIA കോടതി ജാമ്യം നൽകിയത്. ഇന്ത്യക്ക് പുറത്ത് പോകരുത്, 2 ആൾ ജാമ്യം, 50,000 രൂപയുടെ ബോണ്ട് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചത്. പരാതിക്കാരായ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകർ ആരും തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാക്കിയ ക്രൈസ്തവ പിന്തുണയും തുടർന്ന് മുനമ്പം സമരത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച BJPയുടെ ഇടപെടലും സഭയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്ന ഘട്ടത്തിലായിരുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ചയായത്. BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളഞ്ഞ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്നുള്ള അറസ്റ്റിന് പിന്നാലെ വൻതോതിൽ പ്രതിഷേധങ്ങൾ കേരളത്തിലും രാജ്യതലസ്ഥാനത്തും ഉയർന്നിരുന്നു. പാർലമെന്റിന് പുറത്തും കോൺഗ്രസും CPM-ഉം പ്രതിഷേധം ഉയർത്തിയിരുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി മികച്ച ബന്ധം സ്ഥാപിച്ച് അടുത്ത നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന BJPയുടെ പ്രതീക്ഷകൾ തകർക്കുന്ന രീതിയിലായിരുന്നു ഇടതു വലതു മുന്നണി നേതാക്കളുടെ ഛത്തീസ്ഗഡ് സന്ദർശനവും പ്രചാരണങ്ങളും. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചകൾ നടക്കവെയാണ് കേരളത്തിൽ നിന്നുള്ള ഇടതു വലത് MP-മാർ ഛത്തീസ്ഗഡിൽ എത്തിയതും വിഷയം ആളിക്കത്തിക്കാൻ നീക്കം നടത്തിയതും. എന്നാൽ കേന്ദ്ര നേതൃത്വത്തെ സാഹചര്യങ്ങൾ ബോധിപ്പിച്ചതിനൊപ്പം കേരളത്തിൽ നിന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ച് അതിവേഗ നീക്കങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഛത്തീസ്ഗഡ് സർക്കാരിനെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയതിനൊപ്പം ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പ്രതിഷേധം തണുപ്പിക്കാനും ഈ നീക്കം നിർണായകമായി. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ഇടത് MP-മാരും MLA-മാരും BJP നേതാക്കളും ജയിലിന് മുന്നിൽ കന്യാസ്ത്രീകളെ സ്വീകരിക്കുന്നതിനായി ബന്ധുക്കൾക്കും മറ്റ് കന്യാസ്ത്രീകൾക്കുമൊപ്പം നിലയുറപ്പിച്ചിരുന്നു. ഭരണഘടനാ അനുകൂല മുദ്രാവാക്യം മുഴക്കിയാണ് കന്യാസ്ത്രീമാരെ സ്വീകരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, MP ജോൺ ബ്രിട്ടാസ് എന്നീ നേതാക്കൾ ജയിൽ മോചിതരായ കന്യാസ്ത്രീകളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, ഷോൺ ജോർജ്, ചാണ്ടിയുമൻ MLA, റോജി M. ജോൺ MLA, അൻവർ സാദത്ത് MLA തുടങ്ങിയ നേതാക്കൾ ജയിലിന് പുറത്തെത്തി കന്യാസ്ത്രീമാരെ സ്വീകരിച്ചു. കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയ ജുഡീഷ്യറിക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നന്ദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 9 ദിവസം കഴിഞ്ഞാണ് ഇവർ പുറത്തിറങ്ങുന്നത്. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അതിനായി ഇറങ്ങി. ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ളവർ ഇവിടെ എത്തി കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് 3 ദിവസം മുമ്പ് തന്നെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം BJPയുടെ അനുഭാവം പുലർത്തിയ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയങ്ങൾ ഉയർത്തി പിന്തിരിപ്പിക്കാൻ ഇടത് വലത് മുന്നണി നേതാക്കൾ നടത്തിയ ശ്രമങ്ങൾ അത്ര കണ്ട് വിജയിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സഭാ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേരിട്ട് രംഗത്തെത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചെന്നും കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.